ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി. പൊന്നു മോനെ എന്നാ പടാന്നറിയോ? കിഡിലൻ കിഡിലൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയുടെ തിരക്കഥയാണ് ഇതിന്റെ നട്ടല്. സത്യമാണ്. ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും, മ്യൂസിക്കിൽ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറയാം. മ്യൂസിക് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും ഒന്നും പറയാനില്ല. മ്യൂസിക്കിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയിൽ അനാവശ്യമായി നമ്മളെ ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു മ്യൂസിക് ഇമ്പാക്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ അത് മാത്രമേ എനിക്ക് ഒഴിവാക്കാനുള്ളൂ. ബാക്കി ഒക്കെ പൊളിയാ. ഏതൊരു നാറ് കുഞ്ചാക്ക ബോബന്റെ അഭിനയത്തെ കുറിച്ചിട്ട് ഒരു വൃത്തിയോട് പറഞ്ഞു, അയാൾക്ക് അടിക്കാൻ അറിയില്ല, ഇടിക്കാൻ അറിയില്ല എന്നുള്ളത്. അല്ല, കിഡിലനായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ മനുഷ്യന്മാർക്കും ഓരോ രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആവും. അദ്ദേഹം നല്ല അടിപൊളിയായി ചെയ്തിട്ട് എന്താ പെർഫോമൻസ് എന്നറിയോ? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് ഞാൻ ഞെട്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരു റൂഡ് പോലീസ് ഓഫീസർ, കിഡിലനാണ്. അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളിൽ നിന്ന് ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ആളത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാസ്റ്റിങ്ങിനെയും മോശം പറയാനില്ല. വില്ലന്മാരുടെ ഭാഗം പറയണം, പ്രത്യേകം പറയണം. നല്ല കിഡിലൻ ആക്ടേഴ്സാണ്. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ, ഒരു ഹോളിവുഡ് ടച്ച് തരുന്ന രീതിയിലാണ് അവരുടെ ആക്ടിങ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സിനിമ എനിക്ക് കാണാൻ കൂടുതൽ ഒരു പ്രചോദനമേകിയെന്ന് വെച്ചാൽ ഇതിന്റെ സംവിധായകൻ കരയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കിടന്ന് തന്നെ കരഞ്ഞു മോങ്ങുമ്പോൾ കുറെ കമന്റുകൾ ഉണ്ട്. അതിൽ പൈസ പോയിട്ട് കരയാണെന്നൊക്കെ പറയുന്നുണ്ട്. 1 രൂപ നഷ്ടപ്പെടില്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. 1 രൂപ നഷ്ടപ്പെടില്ല. അല്ല, കിഡിലൻ പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ കുറച്ച് സിനിമകൾ കണ്ടതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അടിപൊളി സംഭവമാണ്. ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു മറന്നിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അത് റീക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും അടിപൊളിയാണ്. സിനിമയുടെ ഒരു കഥ തന്തുവും ഞാനിവിടെ പറയുന്നില്ല. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഒരു കിഡിലൻ അനുഭവമാണെന്നുള്ളതാണ്. കുഞ്ചാക്കോ ബോബന്റെ കുറെ സാധനങ്ങൾ, പുതിയ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതിൽ. ഞെട്ടിച്ച് കളഞ്ഞടൂ. മ്യൂസിക്, അതുപോലെ ഗ്രേഡിങ്, എഡിറ്റിങ്, ഒരെണ്ണം പോലും ഒരു അതിപ്രസരമായിട്ട് കിടക്കുന്നില്ല. ഒന്നും മുഴച്ചു നിൽക്കുന്നില്ല. ഒക്കെ പക്കയാണ്. ആ സിനിമയ്ക്ക് ആവശ്യമായ ചേരുവ കൃത്യമായിട്ട് ആ സിനിമയിലുണ്ട്. ഇങ്ങനെ ചെയ്യണം ചാക്കോച്ച സിനിമകൾ. ഇങ്ങനെ കഥകൾ തിരഞ്ഞെടുക്കണം ചാക്കോച്ച. ഇതാണ് സിനിമ. പൊളിയാ. ജഗദീഷ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഈ ഒരു സ്റ്റൈൽ സിനിമ ആക്ടിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബോൾഡ് ക്യാരക്ടർ ഉണ്ടല്ലോ, പൊളിയ. പ്രിയാമണി ആണെങ്കിലും അടിപൊളിയാണ്. മീനാക്ഷി നല്ല രസമായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ വില്ലന്മാരുടെ കൂടെ 2 സ്ത്രീകളുണ്ട്, നല്ല 2 പെൺകുട്ടികൾ. ശരിക്കും പറയാം, അവരോട് നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ആക്ടിങ് അവർ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡ്രഗും കാര്യങ്ങളൊക്കെ യൂസ് ആണ് ഈ സിനിമയുടെ മെയിൻ സംഭവം. അത് സിനിമ എഴുതി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു കൃത്യമായ ഒരു സംഭവം കിട്ടും. ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്ത്രീകളോട് നമുക്ക് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ളതാണ് അവർ ആക്ടിങ്. അതായത് യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്ന ആളുകളെ പോലെയുള്ള ആറ്റിറ്റ്യൂഡ്. സത്യമാണോ? ഞെട്ടിത്തരിച്ചു പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ കാസ്റ്റിംഗ് ഒരു തരത്തിലും മോശമായിട്ടില്ല എന്നുള്ളത്. ഞാൻ വലിയ രീതിയിലൊന്നും പറയേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ പോയിട്ടുണ്ട്, കണ്ടോളൂ. 1 ഉറുപ്പ്യ എനിക്ക് നഷ്ടപ്പെടൂല. അശ്വന്ത് കോക്ക് പറയുന്ന പോലെ പൈസ വാങ്ങിയിട്ടുള്ള വർത്താനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഏതൊരു സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ ഒരു മോശം സിനിമയെ മോശമായിട്ട്, നല്ല സിനിമയായിട്ട് തന്നെയാണ് പറയുക. ഇത് ചാക്കോച്ചന്റെ താണ്ഡവമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. സിനിമ പോയി കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പുതിയ വിശേഷങ്ങളുമായിട്ട് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.